എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത, ഷെയർ ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ പറയാൻ പാടില്ലാതാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരബദ്ധത്തെക്കുറിച്ചാണ്. അതൊരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല, നമുക്ക് സംഭവിക്കുന്ന ഒരബദ്ധമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതായത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം വരാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് എല്ലാവരോടും ഈ ഒരു കാര്യം നമ്മൾ ഷെയർ പറയും അല്ലേ? കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇതല്ലാതെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള 2-3 ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഗൾഫിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ പാസ്സായി. ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ ഗൾഫിലേക്ക് പോകും. അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ എല്ലാവരെയും അറിയിക്കാറുണ്ട് അല്ലെ? കാണുന്നവരോടൊക്കെ ഈ ഒരു സംഭവം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരു PSC എക്സാമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ കാണുന്നവരോടൊക്കെ ഇത് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്നല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവിതത്തിൽ അതൊരു തെറ്റാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം മാനസികമായി നമുക്ക് അങ്ങനെയൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് സ്വയം നിയന്ത്രിച്ചു വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് നമ്മൾ മറ്റുള്ളവരോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സന്തോഷകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളിലേക്ക് നമ്മളൊരു പുതിയ ഒരു കാര്യം ചെയ്യാനിരിക്കുന്ന സന്ദർഭങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിലേക്കോ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കോ ഒക്കെ ഓടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന ആളുകളൊന്നുമല്ല. നമുക്കൊരു തോന്നലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സന്തോഷങ്ങളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്ന ആളുകൾ വളരെ ചെറിയ നമ്പേഴ്സ് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ആളുകളെന്ന് പറയുന്നത് ഒരുപക്ഷെ ജന്മം നൽകിയ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വളരെ സ്നേഹബന്ധത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ടാവും. നമ്മൾ വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കളുണ്ടാകും. അതിലപ്പുറം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നമ്മുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ചങ്ങാതിമാരും ഉണ്ടാകും. അങ്ങനെ ചെറിയ ഒരു സർക്കിളിനുള്ളിൽ അത് ഒതുങ്ങിപ്പോവും. അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, എന്ത് നേട്ടങ്ങളുണ്ടായാലും, എന്ത് സന്തോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഓർത്തിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അഭിനന്ദിക്കുന്ന, അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്ന ആളുകളൊന്നും നമ്മുടെ സമൂഹത്തിലില്ല. പിന്നെന്തിനാണ് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്? ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴുള്ള വിഷയം, പിന്നീട് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളിലേക്കുള്ള ഏതെങ്കിലും ഒരു കാര്യമോ നടക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നീട് നമ്മുടെ മനസ്സിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, ജോലി റെഡിയാകുമെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു നടന്നു. ഒടുവിൽ ആ റാങ്ക് ലിസ്റ്റ് തള്ളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫിൽ പോകുന്ന സമയത്ത് 1-2 മാസം കഴിഞ്ഞ പ്രോജക്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇതേ അബദ്ധമാണ് അല്ലെ? ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നം നമ്മുടെ മാനസികമായിട്ടുള്ള ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ചോർത്തിക്കളയുമെന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയല്ലേ?
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേടിയതിന് ശേഷം, അത് സ്വന്തമാക്കിയതിന് ശേഷം, അത് അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരോട് ആദ്യമേ ഒന്നും ഷെയർ ചെയ്യേണ്ടതില്ല, ആദ്യമേ ആരോടും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾ പോലെ മുന്നോട്ട് നീങ്ങുന്ന ഒരു യാത്രയല്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കി അത് വിജയിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത കുറച്ച് ആളുകളോട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ വരുമ്പോൾ അത് മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളോട് മാത്രം ഈ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്താൽ മതിയാവും. എൻ്റെ ജീവിതത്തിലൊക്കെ ഇതുപോലുള്ള ചെറിയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു തിയറി നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സഹായിക്കും. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകാതിരിക്കുവാനും, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും, നിങ്ങളെക്കുറിച്ച് മോശമായൊരു കൺസെപ്റ്റ് രൂപപ്പെടാതിരിക്കുവാനും അത് നിങ്ങളെ സഹായിക്കും. ഞാൻ പണ്ട് ഗൾഫിൽ പോകുന്ന സമയത്ത്, അതായത് ഇന്റർവ്യൂ പാസ്സായി 1-2 മാസത്തിനുള്ളിൽ പോകാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ആളുകളോടും പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു, കാണുന്നവരോടൊക്കെ പറഞ്ഞു. ഒടുവിൽ 2 മാസം കഴിഞ്ഞ് ആ പ്രോജക്റ്റ് ക്യാൻസലായപ്പോൾ പിന്നീട് ഇവരോടൊക്കെ എനിക്ക് സമാധാനം പറയേണ്ടി വന്നു. കാരണം 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കാണുന്നവരൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങും, കുറെ കാലമായല്ലോ പോകാമെന്ന് പറഞ്ഞിട്ട്, പിന്നെന്തുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്? ഇതിനോടൊക്കെ നമ്മൾ സമാധാനം പറയണ്ടേ? ഇതൊക്കെ നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ വലിയ രീതിയിൽ മോശമായി ബാധിക്കും. ഇതേ അനുഭവം തന്നെ ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കണക്കുകൂട്ടലുകൾ പോലെയല്ല ജീവിതം എന്ന് പറയുന്നതിന്റെ കാരണം എൻ്റെ ലൈഫിൽ മറ്റൊരു അനുഭവം ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സമയത്ത് ഗൾഫിലേക്കുള്ള ഇന്റർവ്യൂ പാസ്സായി, 1 മാസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ 1 മാസത്തിനുള്ളിൽ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ജോലി തൽക്കാലം റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ 1 മാസം ആകാറാകുമ്പോഴേക്കും വിസയും ടിക്കറ്റൊക്കെ വന്നു. ഞാൻ നേരെ ബോംബെയിലേക്ക് തിരിച്ചുപോയി. ഓഫീസിൽ പോയി വിസയും ടിക്കറ്റും ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അന്ന് തന്നെയാണ്, രാത്രിയാണ് ഫ്ലൈറ്റ്. നേരെ താഴെ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങി ഒരു കോഫി കഴിക്കാമെന്ന് കരുതി ഒരു കോഫി ഷോപ്പിൽ കയറി. ആ സമയത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും വിസയും വെറുതെ നമ്മളങ്ങനെ നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ വിസയിൽ ഒരു പേരിൻ്റെ ഒരക്ഷരം തെറ്റിക്കിടക്കുകയാണ്, ഒരക്ഷരം ഇല്ല. അവസാനം ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊന്നും തോന്നിയില്ല, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ വിസയുമായിട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരം വരെ നമ്മൾ കമ്പനിയിലേക്ക് മെയിലൊക്കെ അയച്ചു, പക്ഷേ റിപ്ലൈ ഒന്നും വന്നില്ല. ഒടുവിൽ 21 പേരും തിരിച്ച് ഗൾഫിലേക്ക് പോയി, ഞാൻ മാത്രം അവിടെ പെൻഡിങ് ആയി. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റൂമിൽ ഞാൻ താമസിച്ചു. ഏകദേശം ഒരാഴ്ചയോളം അവിടെ നിന്നു, റിപ്ലൈ ഒന്നുമില്ല. പിന്നെയും കുറേ ദിവസം നിന്നു, അപ്പോഴും റിപ്ലൈ ഇല്ല. ഒടുവിൽ ഞാൻ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിച്ചു. ഇവിടെ സംഭവിച്ചത് എനിക്ക് വീട്ടിലേക്ക് പോലും നാട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറിയത്. കാരണം ടിക്കറ്റും വിസയും വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ പിന്നീട് ഞാൻ വീണ്ടും മറ്റൊരു കമ്പനിയിൽ ബോംബെയിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവണമെന്നില്ല നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സന്തോഷങ്ങൾ ഉണ്ട് എന്ന് കരുതി നമ്മൾ അഡ്വാൻസ് ആയിട്ട് മറ്റുള്ളവരോട് ഒരു കാര്യവും ഷെയർ ചെയ്യേണ്ടതില്ല. നമ്മളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. മാത്രവുമല്ല, എത്ര അടുത്ത ആളുകളാണെങ്കിലും അവരെക്കാൾ മികച്ച എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മനസ്സിന്റെ ഉള്ളുകൊണ്ടെങ്കിലും അസൂയയോടെ നോക്കിക്കാണുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് മനുഷ്യ മനസ്സിന്റെ ഒരു സൈക്കോളജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഈ ജീവിതത്തിൽ എല്ലാം നേടിയതിനു ശേഷം, സ്വന്തമാക്കിയതിനു ശേഷം, അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രം പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നേരെ
തിരിഞ്ഞു കുത്തുന്ന അനുഭവങ്ങളുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും നമ്മുടെ പല പ്രവർത്തനങ്ങളെയും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉള്ളുണ്ടാവണം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ നമ്മുടേത് മാത്രമായ ചില സ്വകാര്യതകളാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിട്ട് ആ കാര്യങ്ങളെയൊക്കെ കൊണ്ടു നടക്കുക. അതൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. സ്വന്തമാക്കിയതിന് ശേഷം മാത്രം നമ്മളതൊക്കെ മറ്റുള്ളവരോട് പറയുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ അത് ഒരുപാട് സഹായിക്കും. ആ ഒരു ചിന്താഗതി, ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാനസികാവസ്ഥയോടുകൂടി എല്ലാവർക്കും ജീവിക്കാനാവട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് നേടിക്കഴിഞ്ഞാൽ, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകത്തോട് വിളിച്ചു പറയണം എന്ന് തന്നെയാണ് കാര്യം. കാരണം നമ്മളെ അവഗണിച്ചവർക്കും നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്കും കളിയാക്കിയവർക്കും ഒക്കെയുള്ള മറുപടിയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. അത് സുന്ദരമായ ഒരു നിമിഷമാണ്. അത് തീർച്ചയായിട്ടും ഈ ലോകത്തോട് വിളിച്ചു പറയാം. പക്ഷേ അത് നേടിയതിന് ശേഷം മാത്രം നമ്മൾ പറയുക. മറിച്ച് ആ നേടുന്നതിലേക്കുള്ള യാത്രയിലോ അല്ലെങ്കിൽ നേടാൻ സാധ്യതയുണ്ട് എന്ന തോന്നലിൽ നിന്നുകൊണ്ടോ നമ്മൾ ഒന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുകയാണ് ചെയ്യുക. ആ തിരിച്ചറിവോടുകൂടി എല്ലാവർക്കും ജീവിക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.